ഈസ് ക്യൂട്ട് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനും കേട്ടോണ്ടിരിക്കാനും നല്ല രസമാണ്. പക്ഷെ എത്ര ചാടിയിട്ടും കിട്ടാത്ത ഡോറിന്റെ ലോക്കും കുടിച്ച കോംപ്ലാന്റെ കണക്കും എടുത്താ ഗൈസ്, ആ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ തീരത്തില്ല. ചെറുതായിരുന്നപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ചെറുപ്പത്തിൽ എനിക്ക് ഒറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്, അസംബ്ലി ലൈനിന്റെ അവസാനത്തെ നിലയിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡെങ്കിലും എനിക്ക് നിൽക്കണമെന്ന്. ഒരു ഷോപ്പിംഗ് മോളിൽ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റിൽ ഞാനിങ്ങനെ ഇറങ്ങി, എൻ്റെ മുന്നിലെ സാധ്യതകളെ നോക്കിക്കൊണ്ട്. ലുലു സൂപ്പർ മാർക്കറ്റിലുള്ള സാധനങ്ങളെക്കാളും വലുതായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻസ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ഇപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം ഇനി വളരെ ഈസി ആയിരിക്കുമെന്ന്. പൊട്ടിത്തകർന്ന ഐസികൾക്കും പൊട്ടിക്കഴിഞ്ഞ ഓരോരോ എക്സാംസും മാത്രമായിരുന്നു. പണ്ട് ട്യൂഷന് പോയ സമയത്ത് അപ്പുറത്ത് നിന്ന് രാജുവിൽ കോൺസെൻട്രേറ്റ് ചെയ്തതിന് പകരം ഐ ഷുഡ് ഹാവ് കോൺസെൻട്രേറ്റഡ് ഓൺ മൈസെൽഫ്. പക്ഷേ ഐ ഡിഡ് കോൺസെൻട്രേറ്റ് ഓൺ മൈസെൽഫ്. എൻ്റെ സ്കിൻ കെയർ, എൻ്റെ ഹെയർ കെയർ, എൻ്റെ മേക്കപ്പ്, ഐ ഡിഡ് കോൺസെൻട്രേറ്റ് ഓൺ മൈസെൽഫ്. പക്ഷെ എന്താ, ആർക്കറിയാം, നിന്റെ ബീം വല്ല ചുട്ടിയുടെ കയ്യിൽ നിന്ന് ലഡ്ഡും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഗോ ഫൈൻഡ് യുവർ ബീം. അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. 10ാം ക്ലാസ്സിൽ ബോർഡ് എക്സാം എഴുതാൻ പോയപ്പോൾ പോലും എനിക്ക് ആ ഒരു മോട്ടിവേഷൻ ഇല്ലായിരുന്നു. ഒരു മോട്ടിവേഷനിൽ ഞാൻ പോയി. എൻ്റെ 12th ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ 12th റിസൾട്ടിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അങ്ങനെ ലൈഫ് ഒട്ടും ഹാപ്പനിങ് അല്ലാതെ ഇരിക്കുന്ന സമയത്താണ് കുറച്ചും കൂടെ ഹാപ്പനിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഒരു റീൽസിന്റെ ലോകമായിരുന്നു. അപ്പം എനിക്ക് തോന്നി എൻ്റെ ഫ്യൂച്ചർ ഇവിടെയൊന്നുമല്ല, ദ ഫ്യൂച്ചർ ഇസ് യൂട്യൂബ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ യൂട്യൂബ് അത് തന്നെ. പിന്നെ ഫുഡ് വ്ളോഗ്, ട്രാവൽ വ്ളോഗ്, ഹൗ ടു മൂഞ്ചൽ ലൈഫ് ഇൻ 10 days, ഹൗ ടു മൂഞ്ചൽ ലൈഫ് ഇൻ 10 ways, അങ്ങനെ കുറേ ഐറ്റംസ്. എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അവിടെ യൂട്യൂബും ഗൈസ് കണ്ടൻസ് യു ഹവ് ക്രിയേറ്റഡ് ആർ സബ്ജക്റ്റഡ് ടു കോപ്പിറൈറ്റ്. തകർന്നു പോയി ഞാൻ ഗൈസ്. പ്രശ്നത്തിലേക്കൊക്കെ ഞാൻ പൊക്കോണ്ടിരുന്ന ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഹേറ്റേഴ്സ് എൻ്റെ പുറകിൽ നിന്ന് പറഞ്ഞു ദിസ് ഇസ് നോട്ട് ഡിപ്രഷൻ, ഇത് ഡിപ്രഷൻ അല്ല, ഇത് വേറെന്തോ പ്രശ്നമാണ്. പക്ഷേ എന്നാലും ഞാൻ തകർന്നില്ല. കാരണം ഈ റോസ് ഫ്ലവർ അല്ലടാ, ഫയറാടാ. താങ്ക് യു.